നമസ്കാരം. നമ്മൾ ലോക്കോസ് ആപ്പിൽ അയൽക്കൂട്ടത്തിൻ്റെ കട്ട് ഓഫ് ട്രാൻസാക്ഷനിൽ മെമ്പർ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കി. ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റും ക്ലോസ്ഡ് ലോണും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമ്മൾ അയൽക്കൂട്ടത്തിൻ്റെ ആക്റ്റീവ് ലോൺസ് എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. അതിനായി ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺ എന്ന സബ് ഹെഡ് ക്ലിക്ക് ചെയ്യുക. അയൽക്കൂട്ടത്തിൻ്റെ ആക്റ്റീവ് ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റിൽ ആക്റ്റീവായി നിൽക്കുന്ന ലോൺ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത്. ഇതിനായി നമ്മൾ പ്ലസ് ബട്ടൺ ഉപയോഗിക്കുന്നു. പ്ലസ് ബട്ടൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ ഫീൽഡ് കാണാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബോറോവ്ഡ് ഫ്രം, ലോൺ അക്കൗണ്ട് നമ്പർ, ലോൺ എമൗണ്ട്, ഫണ്ട് സോഴ്സ്, ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഡേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രിൻസിപ്പൽ റീപെയ്ഡ്, പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ്, പ്രിൻസിപ്പൽ ഓവർ ഡ്യൂ, ഇൻട്രസ്റ്റ്, റിമൈനിങ് പീരീഡ് ഇൻ മന്ത്സ്, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി നമ്മൾ ആക്റ്റീവ് ലോൺ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണോ അയൽക്കൂട്ടത്തിന് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ 3 ഫീൽഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VO, CLF, ബാങ്ക്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് VO സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോറോവ്ഡ് ഫ്രം എന്നൊരു അതർ ഫീൽഡ് ചോദിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽക്കൂട്ടത്തിന് ഏത് വാർഡിൽ നിന്നാണോ ലോൺ കിട്ടിയിട്ടുള്ളത് ആ വാർഡിൻ്റെ പേരാണ് അവിടെ നൽകേണ്ടത്. ഇവിടെ ഞാനൊരു വാർഡിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ലോൺ അക്കൗണ്ട് നമ്പർ എന്നൊരു ഫീൽഡ് ചോദിക്കുന്നുണ്ട്. അതായത് ആ VO അയൽക്കൂട്ടത്തിന് ലോൺ നൽകുമ്പോൾ VOയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ട് നമ്പറാണ് അവിടെ നൽകേണ്ടത്. അതൊരു 3 നൽകിയിട്ടുണ്ട്. ലോൺ എമൗണ്ട് VOയിൽ നിന്നും എത്ര രൂപയാണോ അയൽക്കൂട്ടത്തിന് വാർഡിൽ നിന്നും അയൽക്കൂട്ടത്തിന് ലോണായി നൽകിയിട്ടുള്ളത് എത്ര രൂപയാണോ ആ തുക അവിടെ നൽകുക. ലൈവായി നിൽക്കുന്ന ലോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഫണ്ട് സോഴ്സ് ചോദിക്കുന്നുണ്ട്. ഫണ്ട് സോഴ്സിൽ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസ് ഫണ്ട്, അതായത് CF, CIF, എക്യുപ്മെൻറ്റ് കോസ്റ്റ് ബാങ്ക് സഹി, ഇൻഷുറൻസ് സപ്പോർട്ട് ഫണ്ട്, KSB-CDC എമൗണ്ട്, PMFME, വൾണറബിൾ റിഡക്ഷൻ അതായത് VRF, വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് കമ്പോണൻറ്റ്, വുമൺ എൻ്റർപ്രൈസ് ആക്സിലേഷൻ ഫണ്ട്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് കോമൺലി വാർഡിൽ നിന്നും അതായത് VOയിൽ നിന്നും അയൽക്കൂട്ടത്തിന് കോമൺലി നൽകുന്ന ഫണ്ട് VRF ആണ്. അപ്പം VRF സെലക്ട് ചെയ്തു. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ലോൺ ഡിസ്ബേഴ്സ് ചെയ്ത ഡേറ്റ് ഏതാണോ ആ ഡേറ്റാണ് അവിടെ നൽകേണ്ടത്. നമുക്ക് കട്ട് ഓഫ് ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായി വന്ന് കിടപ്പുണ്ട്. നമുക്ക് ലോൺ ഡേറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ചേഞ്ച് ചെയ്തിട്ട് നൽകാം. അതിനുശേഷം ഇൻട്രസ്റ്റ് റേറ്റ് നൽകുക. VRFൻ്റെ കൊടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാനിവിടെ ഒരു 2% നൽകുകയാണ്. അതിനുശേഷം പ്രിൻസിപ്പൽ റീപെയ്ഡ് 15,000 രൂപ അയൽക്കൂട്ടത്തിന് നൽകുമ്പോൾ അവർ 31/1/2025 എത്ര പ്രിൻസിപ്പൽ തുക തിരിച്ചു നൽകിയിട്ടുണ്ട്, അതായത് തിരിച്ചടച്ച VOയ്ക്ക് തിരിച്ചടച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസാണ് അവിടെ നൽകേണ്ടത്. 15,000 രൂപ എടുത്ത അയൽക്കൂട്ടം ഒരു 5,000 രൂപ വാർഡിൽ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് സിസ്റ്റം ജനറേറ്ററാണ്, ഓട്ടോമാറ്റിക് തന്നെ അവിടെ വരും. ഓവർ ഡ്യൂ വല്ലതും ഉണ്ടെങ്കിൽ അത് നൽകുക. ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ അത് നൽകുക. റിമൈനിങ് പീരീഡ് എന്ന് പറയുന്നത് ഞാൻ ഒരു 6-8 മന്ത് ഇവിടെ നൽകുകയാണ്. എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കണം. സേവ് കൊടുക്കുമ്പോൾ ഒരു ഡു യു വാണ്ട് ടു ചേഞ്ച് ദ EMI ഷെഡ്യൂൾ എന്നൊരു ഡയലോഗ് ബോക്സ് കാണാം. അതിൽ നമ്മൾ യെസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ EMI ഷെഡ്യൂൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി സേവായി അടുത്ത നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇനി യെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. യെസ് കൊടുത്തു. EMI ഷെഡ്യൂൾ നമുക്ക് മാറ്റം വന്നു. ടോട്ടൽ എമൗണ്ട് 10,000 രൂപയാണ് ഇനി അവർ അടയ്ക്കാനുള്ളത്. അത് 1,250 രൂപ വെച്ചിട്ട് 8 മാസമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഞാനിതിനകത്ത് ജസ്റ്റ് EMI ഷെഡ്യൂൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ EMI ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ആ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ 1,250 എന്നുള്ളത് ഒരു 1,500 ആക്കി. എന്നിട്ട് ഇവിടെ 1,000 രൂപയാക്കി. എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കണം. സേവ് ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഡൗൺലോഡ് ഷെഡ്യൂൾ പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, കണ്ടോ? ആ ഡൗൺലോഡ് ഷെഡ്യൂൾ എന്നുള്ളത് നമുക്കിപ്പോൾ EMI ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തത്
നമ്മൾ ആ അയൽക്കൂട്ടത്തിന് ഇപ്പം ലോക്കോസ് RP ആണ് ഇത് ചെയ്യുന്നത്. ആ ഡൗൺലോഡ് EMA ഷെഡ്യൂളിൽ ചേഞ്ച് വന്നത് ആ അയൽക്കൂട്ടങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ EMA ഷെഡ്യൂൾ അവർക്ക് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ് ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ EMA ഷെഡ്യൂൾ ഡൗൺലോഡ് ആക്കി എടുക്കാം. എന്നിട്ട് അവർക്ക് വാട്സപ്പ് വഴിയോ മറ്റ് മീഡിയ വഴിയോ നമുക്കത് ഷെയർ ചെയ്യാൻ കഴിയും. ഡൗൺലോഡ് ഷെഡ്യൂൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത ശേഷം സേവ് കൊടുക്കണം. അപ്പോൾ ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിനുശേഷം അതായത് EMA ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം അത് എസ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പേജിൽ തന്നെ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ VO ആണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഗ്രൂപ്പ് ആക്റ്റീവ് ലോണിൽ CLFൽ നിന്നും അയൽക്കൂട്ടങ്ങൾക്കുള്ള ആക്റ്റീവ് ലോൺ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ CLF സെലക്ട് ചെയ്തു. നമുക്ക് അതിൽ വരുന്ന ഫണ്ട് സോഴ്സ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. കുറേ ഫണ്ട് സോഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ കോമൺലി നമുക്ക് ആവശ്യമുള്ള ഫണ്ട് സോഴ്സ് CEF, CIF, PMFME, KSBCDC ബൾക്ക് ലോൺ, വനിതാ വികസന കോർപ്പറേഷൻ ലോൺ, SC/ST കോർപ്പറേഷൻ ലോൺ തുടങ്ങിയവയാണ്. ഇതിൽ അയൽക്കൂട്ടത്തിന് CLFൽ നിന്ന് നൽകിയിട്ടുള്ള ആക്റ്റീവ് ലോണിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് നൽകേണ്ടതാണ്. ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CLFൽ നിന്നും അയൽക്കൂട്ടങ്ങൾക്ക് നൽകിയിട്ടുള്ള CEF അല്ലെങ്കിൽ CIF ലോണുകളിൽ വ്യക്തിഗത സംരംഭത്തിന് നൽകിയിട്ടുള്ള ലോണുകൾ അതാത് അയൽക്കൂട്ടത്തിൽ എൻട്രി ചെയ്ത് നൽകാവുന്നതാണ്. എന്നാൽ ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് CF നൽകിയിട്ടുള്ളത്. ആ ഗ്രൂപ്പ് സംരംഭം എന്ന് പറയുമ്പോൾ അതിലെ മെമ്പേഴ്സ് പല അയൽക്കൂട്ടത്തിൽ നിന്നുള്ള അംഗങ്ങളാണെങ്കിൽ ഗ്രൂപ്പ് സംരംഭത്തിലെ സെക്രട്ടറി ഉൾപ്പെട്ട അയൽക്കൂട്ടത്തിൽ CF എമൗണ്ട് എൻറ്റർ ചെയ്ത് നൽകാവുന്നതാണ്. വനിതാ വികസന കോർപ്പറേഷൻ ഫണ്ടും SC/ST കോർപ്പറേഷൻ ഫണ്ടും നമുക്ക് അതർ ലോൺ എന്ന ഹെഡിൽ കാണിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾക്ക് CLFൽ നിന്നുള്ള ലോൺ ഡീറ്റെയിൽസ്, KSBCDC ലോണാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ബൾക്ക് ലോൺ ആണ് കിട്ടാറുള്ളത്. അപ്പോൾ CLFൻ്റെ പേര് അവിടെ നൽകുക. CLFൻ്റെ പേര് നൽകിയ ശേഷം ലോൺ അക്കൗണ്ട് നമ്പർ, അതായത് ലോൺ രജിസ്റ്ററിൽ CLF സൂക്ഷിക്കുന്ന ലോൺ രജിസ്റ്ററിൽ എന്ത് അക്കൗണ്ട് നമ്പറാണോ അവർക്ക് നൽകിയിട്ടുള്ളത് ആ അക്കൗണ്ട് നമ്പർ അവിടെ നൽകുക. ഞാനൊരു ലോൺ അക്കൗണ്ട് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലോൺ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അതിനുശേഷം ലോൺ എമൗണ്ട് ഒരു 5 ലക്ഷം രൂപ ഇവിടെ നൽകുന്നുണ്ട്. KSBCDC ലോണാണ് അയൽക്കൂട്ടത്തിന് കിട്ടിയതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത്. ഫണ്ട് സോഴ്സ് KSBCDC നൽകി. അതിനുശേഷം ഈ KSBCDC ലോൺ എന്നാണോ അയൽക്കൂട്ടത്തിന് ഡിസ്പേഴ്സ് ആയത് ആ ഡേറ്റാണ് ചോദിക്കുന്നത്. ആ ഡേറ്റ് ഇവിടെ നൽകി. ഇൻട്രസ്റ്റ് റേറ്റ് 4% കാണിച്ചു. പ്രിൻസിപ്പൽ റീപെയ്ഡ് എന്നുള്ളിടത്ത് ഒരു 50,000 രൂപ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 4,50,000 രൂപ ഇനി അവർ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടയ്ക്കാനുണ്ട്. അപ്പോൾ ഓവർ ഡ്യൂ വല്ലതും ഉണ്ടോ കാണിക്കുന്നുണ്ട്, ഇല്ല. ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ ഉണ്ടോ കാണിക്കുന്നുണ്ട്, ഇല്ല. റിമൈനിങ് പീരീഡ് എന്നുള്ളത് ഒരു 30 months ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം സേവ് ബട്ടൺ കൊടുക്കുക. അപ്പോഴും നമ്മളോട് ഡു യു വാണ്ട് ടു ചേഞ്ച് ദ EMA ഷെഡ്യൂൾ എന്ന് ചോദിക്കും. നമുക്ക് EMA ഷെഡ്യൂളിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ആ ഒരു നെക്സ്റ്റ് പേജിൽ വരും. വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് അതർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ലോൺ എടുത്ത ഡീറ്റെയിൽസ് നൽകുകയാണ്. നമ്മൾ ബാങ്കാണ് എടുത്തത്. ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളതെന്ന് നൽകുക. ഈ അയൽക്കൂട്ടം കാനറ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്. അപ്പം കാനറ ബാങ്ക്
ലോൺ അക്കൗണ്ട് നമ്പർ, അയൽക്കൂട്ടത്തിന് ലോൺ അക്കൗണ്ട് നമ്പർ അവരുടെ പാസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ കഴിയും. ഒരു ലോൺ അക്കൗണ്ട് നമ്പർ നൽകുക. ഇവിടെ ഞാനൊരു ഡെമോ ആയിട്ടൊരു അക്കൗണ്ട് നമ്പർ നൽകുകയാണ്. അതിനുശേഷം ലോൺ എമൗണ്ട്, അയൽക്കൂട്ടം ലൈവായി 31/1/2025 ലൈവായി നിൽക്കുന്ന ലോൺ എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് ഇവിടെ നൽകുക. സാധാരണ KSBCDC ഉണ്ടെങ്കിൽ അയൽക്കൂട്ടത്തിന് പിന്നെ ലൈവ് ലോൺ കാണാൻ സാധ്യതയില്ല. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലൈവ് ലോൺ കാണിക്കുകയാണ് ബാങ്കിൽ നിന്നുള്ളത്. ഫണ്ട് സോഴ്സ് ബാങ്ക് ലോൺ ആണോ, CMHLS ആണോ, RKLS ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. കോമൺലി ഇപ്പോൾ CMHLSും RKLSും നിലവിലില്ല. ബാങ്ക് ലോൺ ആണ് നമ്മൾ നൽകേണ്ടത്. ലിങ്കേജ് ലോൺ. ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു. 2024 നവംബർ 28 സെലക്ട് ചെയ്തു. ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് ചോദിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ റീപെയ്ഡ് ചോദിക്കുന്നുണ്ട്. 5 ലക്ഷമാണ് എടുത്തത്. ഞാൻ 1 ലക്ഷം രൂപ അവർ തിരിച്ചടച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് വന്നു. പിന്നെ ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ നൽകുക, ഇൻട്രസ്റ്റ് ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ നൽകുക. റിമൈനിങ് പീരീഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 24 മന്ത്സ് എക്സാമ്പിളിനായി നൽകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സേവ് ബട്ടൺ ഉപയോഗിക്കുന്നു. അപ്പോഴും നമുക്കൊരു ഡയലോഗ് ബോക്സ് ചോദിക്കും EMI ഷെഡ്യൂൾ ചേഞ്ച് വരുത്തണമെന്നുള്ളത്. EMI ഷെഡ്യൂൾ ചേഞ്ച് വരുത്തണമെന്നുള്ളത് അയൽക്കൂട്ടത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. അതിനുശേഷം നമ്മൾ ചേഞ്ച് വരുത്തണമെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. വീണ്ടും നമുക്ക് ബാക്ക് പേജിലെത്തും. നമ്മളിപ്പോൾ 3 ഫീൽഡും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചു. ഇതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്ക് ബട്ടൺ ഉപയോഗിക്കുന്നു. ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്നുള്ള മെയിൻ ഹെഡ് എത്തി. ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ ആക്റ്റീവ് ലോൺ ചെയ്തു കഴിഞ്ഞു. ഇനി CC ലിമിറ്റ് എന്ന ഹെഡാണുള്ളത്. കോമൺലി CC ലിമിറ്റ് എന്നുള്ളത് നമുക്ക് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയും.